ലോകത്ത് ഏറ്റവും നന്മ എന്ന് പറയുന്ന ഒന്നിനുമില്ല. കത്തോലിക്ക സഭ ഇന്ന് ഏറ്റവും ആത്മീയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ബൈബിളിനെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരു ജനസമൂഹം ആണെന്ന്, അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗമൊക്കെയുള്ള ഈ സംവിധാനം യൂറോപ്പിനെയൊക്കെ എങ്ങനെയാണ് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്നത്, അവരെങ്ങനെയാണ് അവരുടെ പുരോഹിതന്മാരെയും മിഷണറിമാരെയും കൂടെ കൂട്ടി ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ പര്യവേഷണത്തിന് വിട്ടത്, അവിടെ ഒക്കെ കോളനിയാക്കി മാറ്റിയത്. ഈ പ്രീച്ചിങ് ഒക്കെ പഠിച്ച ആളുകൾ തന്നെയല്ലേ ആഫ്രിക്കയെ അവിടെ പോയി മനുഷ്യരെ അടിമകളാക്കി വിറ്റ് നടന്നിരുന്നത്. ഇതിനൊക്കെ സഭയുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്, എതിർത്തിട്ടുണ്ടാവാം. പക്ഷേ ഭരിക്കാനും തീരുമാനങ്ങളെടുക്കാനും കഴിവുള്ളൊരു സമയത്തും അവർ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. അതിനൊക്കെ പഴയ പോപ്പുമാരൊക്കെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്ന ഒരു സാധനം അല്ലത്. എന്തിനാണ് ജോൺ പോൾ രണ്ടാമനും ഫ്രാൻസിസ് പോപ്പും ഒക്കെ ക്ഷമത പറഞ്ഞത് പിന്നെ സമൂഹത്തോട്? അപ്പം ലോകത്തെ പെർഫെക്റ്റ്, എല്ലാം തികഞ്ഞത് എന്ന് പറയുന്ന ഒന്നില്ല എന്നുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും.